എന്റെ കൃഷ്ണ, നീ രാത്രിയും പകലും ഇല്ലാതെ എന്തിനാ ഇങ്ങനെ കിടന്ന്? ഈ ഓർഡർ വിട്ടുകളയാൻ പറഞ്ഞതല്ലേ ഞാൻ. രാത്രിയും പകലും ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലിക്ക. നമ്മളൊക്കെ വേറെ ഏത് ജോലിക്ക് പോയാൽ കിട്ടും ദിവസം 2000 രൂപ? എടാ മണ്ട, നീ ഈ ചെയ്യുന്നത് ഒരു ദിവസത്തെ പണിയല്ല. അതെനിക്കറിയേക്ക. 2 മാസം കൂടെ ഇങ്ങനെ ജോലി ചെയ്താൽ എൻ്റെ കംപ്ലീറ്റ് കടങ്ങൾ തീരും. പിന്നെ വല്ല കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. ഇക്ക പോയി കിടന്നു. കിടക്കാം അല്ലേ? ഓ, എന്നാ നീ ആ ചെറുക്കനെ വിളിച്ച് കൂടെ അവൻ കിടന്ന് ഉറങ്ങട്ട്. എന്നാ കിടന്നുറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ബാലൻസ് തീർന്ന് ഫോൺ കട്ടായി പോയടെ. അതെനിക്ക് തോന്നി. രാവിലെ എന്തുവാ പരിപാടി? പപ്പു എണീറ്റോ? ഉറക്കാണെന്ന് തോന്നുന്നു. അനങ്ങാതെ കിടക്ക. എടാ പപ്പൂസേ. അതെ, ഒരു 2 ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ? ലീവ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5-ാം തീയതി എത്തും. നമുക്ക് 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആവാം. അതല്ല, ഇവിടെ ഇപ്പോ ആരുമില്ല. മാമി മധുരയ്ക്ക് പോയിരിക്ക. എന്തിന്? മാമൻ ഇന്നലെ വിളിച്ചിരുന്നു. അശ്വതിയുടെ കല്യാണം അല്ലേ, തുണിയെടുക്കാനോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവരുടെ അടുത്തും. എപ്പോഴാ പോയെ? രാവിലെ. ഞാൻ വിളിക്കാം. ആ ചെറുതായിട്ടൊന്ന് ചീഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ല സാർ. എന്റെ പൊന്നു ഗ്രേസി, ഈ നമ്പറിൽ വിളിക്കരുത് ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. എന്തോ ലേഖയ്ക്ക് ഇപ്പൊ തന്നെ ഒരു ചെറിയ സംശയമുണ്ട്. നിന്റെ മറ്റേ കെട്ടിയോൻ പോയോ? അപ്പൊ നാളെ രാത്രി ഞാൻ അങ്ങോട്ട് എത്തിക്കാം.
എന്റെ ലേഖേ, നിനക്ക് ഈ അയ്യപ്പനും മുരുകനും കൃഷ്ണനൊന്നും പോരാഞ്ഞിട്ടാണോ പിന്നെ ഈ യശി? നിന്റെ തലയ്ക്ക് പ്രാന്തുണ്ടോ? സമയം എത്രയായെന്നറിയോ? ഒന്ന് വരാൻ. ആളുകളെ കാണുമ്പോൾ നിങ്ങളുടെ ഈ ഷോ ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. വെറുതെ ദൈവങ്ങളെ പിടിച്ചു കളിച്ച് അവസാനം ഓടേണ്ടി വരരുത്. ഇടി പോത്തെ, അതിന് ഈ യശി ദൈവമാണോ? യക്ഷി ദൈവമാണോ അല്ലെന്ന് നിങ്ങൾ അറിഞ്ഞോളും. ഓ, ആ കിലോ, ഗോതമ്പൊടി 2 കിലോ, ഗോതമ്പ് പൊടി 2 കിലോ, പയർ 1 കിലോ, പയറ് 1 കിലോ, പച്ചരി 2 കിലോ, പച്ചരി 2 കിലോ, മമ്മി വേഗം വാ. ഉഴുന്ന് പരിപ്പ് 1 കിലോ, ഉഴുന്ന് പരിപ്പ് 1/2 കിലോ, ഉജാല 1, 2 രാധാസേ, 2 രാധാസ്. ചേട്ടാ, പപ്പടം 1 ഓറ്. എടുത്തായിരുന്നോ? ഇവനെ എടുത്തോ? എടുത്തു വെച്ചിരിക്കുക. അപ്പൊ ഫ്രെഡിച്ചാനോ? വീട്ടിലുണ്ട്. പപ്പ ഇങ്ങോട്ട് വന്ന് കണ്ടോളാന്ന് പറഞ്ഞായിരുന്നു. ഇയാളുടെ ജോലിക്കാരി എന്തായി? നോക്കുന്നുണ്ട്. പറ്റുകാശ് കൂടിക്കൂടി വരിക. അടുത്ത മാസമെങ്കിലും മൊത്തം തന്നു തീർക്കണം. മമ്മി ഒരു ഡയറി മിൽക്ക്. എന്തേലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ ഈ പൈസ മുഴുവൻ കുത്തിക്കളയണേ? അത് ഞാനങ്ങ് സഹിച്ചു. അവസാനം വരെ ഇത് കണ്ടാ മതി. ഓ വാ കേറ്. കണ്ണും മൂക്കും ഇല്ലാതാണോടാ നീ വണ്ടി ഓടിക്കുന്നത്? ഏയ് നോക്കി നിൽക്കാ കൊച്ചിനെ തള്ളെടുത്ത് വണ്ടി പെട്ടെന്ന് എടുക്ക വണ്ടി എല്ലാരും അല്ലെങ്കിലും വണ്ടിയെ കയറിയ പിന്നെ ഇവന്മാരെ തറയിലൊന്നും അല്ലല്ലോ. നിന്റെ അമ്മേനെ വായുഗുളിയെ മേടിക്കാൻ പോയതാണ് മോനെ. നേരെ നോക്കി വണ്ടി ഓടിക്കണം. അവനൊരു കുലുക്കോ ഇല്ല.
ഒരു ദിവസം പോയി കിട്ടി. എന്റെ ചേട്ടാ 2 മനുഷ്യരുടെ ജീവൻ പോകാൻ നമുക്കിവിടെ എത്തിക്കാൻ പറ്റിയില്ലേ? അതാണ്. ഈ അഡ്രസ്സും കോപ്പും ഒക്കെ എഴുതി കൊടുത്ത് തലവേദനയാവോ? അങ്ങനെ അങ്ങ് പേടിച്ചാലോ? അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മളിന്ന് കണ്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു 2 അടിച്ചാൽ അത് കൊള്ളാം. ആയിക്കോട്ടെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കണ്ടിട്ട് നല്ല കത്തിയാന്ന് തോന്നുന്നു. എന്ത് കത്തി? നല്ല സാധനം കിട്ടുന്ന പൈസ കൊടുക്കണം. നമുക്ക് ഷെയർ ഇടാന്നേ. പൈസ ഞാൻ കൊടുത്തോളാം. സന്തോഷം. എന്നാ നിങ്ങൾ ഇതിനെ ഓർഡർ ചെയ്തു. ചേട്ടാ ഇത് ജന്മന ഇങ്ങനെ കഷൻ്റെ ആണോ? അത് പാരമ്പര്യമായിട്ടുള്ള. പാരമ്പര്യ ഒരു വിക്കൊക്കെ വെക്കാം. ചെറുപ്പാവും. ഭാര്യ മിണ്ടല്ലേ? അതെ, ഞാൻ വന്നോണ്ടിരിക്കുക. പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇപ്പൊ എത്തും കേട്ടോ, ഇപ്പൊ എത്തും. ഭാര്യ പച്ചക്കറി സാധനമൊക്കെ പോയില്ലേ? ഭാര്യ വാ വാ. ഇതാര്? വരൂ വരൂ, ഇരിക്കെ. ഇന്നെന്താ താമസിച്ചത്? നമുക്ക് തുടങ്ങാം. ഇതങ്ങടിക്ക്, എനിക്കൊരെണ്ണം ഒഴിക്ക്. ഓ, ഒന്നും മനസ്സിലായില്ലല്ലേ? ഇവൻ ജോണി. അടി. ഇത് ഞാൻ എടുക്കുവാണേ. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല. ഇവൻ ജോണി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മദ്യപിക്കും എന്റെ കൂടെ ഉണ്ടാവും. ആ ജോണി, ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഗോപൻ, അത് ആൻഡോ. ഒന്നുകൂടെ ഒഴിയടോ. ആ മതി 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 മതി. ഇതടി, ഒന്നുകൂടെ ഒഴിക്കും. എടുത്തോട്ടെ. താങ്ക് യു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? സത്യ. ആ ജോണി, ടച്ചിങ്സ് എന്തായാലും വേണോ? ആൻഡോ, ടച്ചിങ്സ് പറയൂ. എന്താ? ബീഫോ? ആഹാ, ബീഫ് ഫ്രൈ. എങ്ങനെ? ആ, ജോണിയും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ? അതും നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. 1 തീയതി രാത്രി 12 മണിക്ക് തുടങ്ങിയ ബന്ധ. ആ, ഞാൻ ജോണി. ഒഴിക്കും. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഇറങ്ങാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കൊരു മീറ്റിംഗ്. ഓരോന്നും അടിച്ചിട്ട് പോവാന്നേ. കമ്പനി ഉണ്ടല്ലോ, നിങ്ങൾ 2 പേരും കൂടെ അങ്ങ് തീർത്തു. എന്നാ പിന്നെ ജോണി, നമുക്ക് ഓരോന്നും അടിക്കാം. ആൻറ്റോ, ആ ബില്ല് കൊടുത്തേക്കണേ. ഇടയ്ക്ക് വിളിക്കണം. ആൻറ്റോ ബെസ്റ്റ് പയ്യനാ. അപ്പോഴേ ഞാൻ പറഞ്ഞ ഷട്ടർ കാണാതെ. അപ്പൊ അവൻ്റെ ഒരു കോൺജറിങ് തേങ്ങാക്കൊല. അതിന് ടിക്കറ്റ് കിട്ടാത്തുണ്ടല്ലോ സാറേ, ബാക്കിയും കൂടെ കാണാമായിരുന്നു.
സെക്കൻഡ് ഷോ ആയിരുന്നേ പേടിച്ച് ഊപ്പാട് വന്നേനെ. ഇതിപ്പോ മാറ്റിനെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേലെ പ്രേതപ്പടം കാണാൻ എന്നെ വിളിക്കരുത്. ലൈറ്റ് ഓഫ് ചെയ്ത തിയേറ്ററിനകത്ത് എന്ത് സെക്രട്ടറി എന്ത് മാറ്റി ഞാൻ പറയുന്നത് കേട്ടാ മതി. പിന്നെ ഒരു പ്രേതപ്പടം കണ്ടിട്ട് പകൽ ഇതുപോലെ തിരക്കുള്ള റോഡിലേക്ക് ഇറക്കുന്നതും സെക്കൻഡ് ഷോ കണ്ടിട്ട് നമ്മൾ പാതിരാത്രിക്ക് ആരുമില്ലാത്ത റോഡിലൂടെ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ഞാൻ പറഞ്ഞു. എടി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഫ്രോഡാണെന്ന്. അതിന് നിനക്ക് ഗിരീഷിനെ അറിയോ? ഞാനെന്തിനാ അറിയുന്നേ? എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കാര്യോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എടി ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. അതെ, ഒരു ഭീകര അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി റൂം നമ്പർ 13 നടക്കുന്ന ഓജോ ബോർഡ് മാമാങ്കത്തിൽ പ്രേതപ്രീതിക്കായി മെഴുതിരികളുമായി കൃത്യസമയത്ത് എല്ലാവരും എത്തണം. ഹലോ ജോസേ, മോൾ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാ. കുറച്ച് ക്യാഷ് വേണമായിരുന്നു. തന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. വാടക തരാതെ താമസിക്കുന്ന പോരാ, പിന്നെ ക്യാഷോ? ഒറ്റ ആഴ്ച തരും. അതിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയണം. ജോസേ, നീ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോണോന്ന് പറഞ്ഞ ഞാനിതെല്ലാം കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. പണി അറിയാവുന്ന ഒരുത്തനെ എവിടെ നിന്ന് പൊക്കാനാ? എന്നാലും ആ ഗർഭിണി പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ തള്ള എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇക്ക, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. നല്ല വയറ്റുവേദന ഉണ്ടല്ലേ? കുത്തലിന് ഭേദം വയറുവേദനയാ. ചെറിയ പനിയുണ്ട്. മാത്ത, നീ ലീവ് എടുക്ക്. ലീവൊന്നും വേണ്ട. ഇതൊന്നും അടിച്ചാൽ മതി. തേവരെ കുറച്ച് വെള്ളം എടുത്ത്. ഇതടിച്ചാൽ ഈ പനിയും തൂറ്റിലൊക്കെ പമ്പ കിടക്കും. പിന്നെ ഇതിട്ടൊരു ആവിയും കൂടി കൊണ്ടാ എല്ലാം ഓക്കെ ആവും. നിർത്തടാ. ഇത് പിടിച്ചോ. ഓ, നീ വരണ്ട. ആ, രായൻ എന്തി? അണ്ണൻ ഇവിടെ ഇല്ല. ആഹാ, അപ്പൊ പലിശ അണ്ണൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ഹലോ, മതിയായില്ലേ നിങ്ങൾക്ക്? വീട്ടിൽ അമ്മ എന്തോ കൊണ്ട് പേടിച്ചു. ദേ ഇപ്പൊ പിച്ചും പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഹങ്കാരം കാരണം ഞാൻ അനുഭവിക്കുന്നത്. ലേഖേ, മാത്രമൊന്നും പറയണ്ട. എന്തെങ്കിലും വെച്ച് തന്ന് ഒറ്റയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഞാൻ ഓഫീസിൽ നേരെ വീട്ടിലേക്ക് പോകും.
സാർ ഇരിക്കൂ. അല്ല സാർ, ഈ യശി പ്രേതം എന്നതിലൊക്കെ വല്ല സത്യമുണ്ടോ? അതല്ല സാർ, ഒരു സംശയ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്, സംഭവം ഉണ്ട്. താൻ ആരുടെ പറയരുത്, എനിക്കൊരു അനുഭവമുണ്ട്. 92-ലെ മാടൻകോൽ ഉത്സവത്തിന് ഞാനും ഭാര്യയും കൂടെ പോയി. കലങ്ങ് വഴി നടന്നു പോണം. അവളെ ക്ഷേത്രത്തിലാക്കിയിട്ട് ഞാനൊരു 90 അടിക്കാൻ പോയി. ആരുമില്ല. റബ്ബറിൻ കാട്ടിലൂടെ ഞാൻ മാത്രം. അപ്പോതാ എൻ്റെ മുമ്പിലൊരു സുന്ദരി. അവൾ എന്നോട് ചോദിക്കുക എന്നെ കൂടെ കൂട്ടാവോന്ന്. എന്നിട്ട് കൂട്ടിയോ? എൻ്റെ മനസ്സിലെ കൂട്ടാവുന്ന ഞാനും. അവളൊരു ചിരി. ഞാൻ താഴേക്ക് നോക്കി. അവക്ക് കാലില്ല. ഒന്നുകൂടെ നോക്കിയപ്പം കാലുണ്ട്, കാലില്ല, കാലുണ്ട്, കാലില്ല. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ദാ ഇത് കണ്ടോ, എല്ലാം രക്ഷത്തേടുകളാ. അന്ന് ഞാൻ ഇട്ടതാ. സാർ, ശരിക്കും പ്രേതമുണ്ടോ സാർ? മാടങ്കോൽ ഉത്സവത്തിന് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. ഞാൻ മാത്രമല്ല, പലരും അവളെ കണ്ടിട്ടുണ്ട്. അവളൊരു രക്ഷയാ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. Good Spirit, please come. 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 അപ്പോ ഗുഡ് നൈറ്റ്. ഓക്കെ. ആ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ഗുഡ് നൈറ്റ്.
ഹലോ, എന്താ ഇവിടെ? വെറുതെയോ? ബസ് കിട്ടിയില്ല. എവിടെ പോവാനാ? നെടുമങ്ങാട്. നെടുമങ്ങാട് പോവാൻ ഇവിടെ വന്നാൽ എങ്ങനെയാ? ഇനി ബസ് കിട്ടില്ല. വാ കയറി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, പേടിക്കണ്ട, വന്ന് കേറ്. എന്നെ ബസ് സ്റ്റാൻഡ് വിട്ടാ മതി. ഓ ശരി. എന്താ പേര്? ആനി. ആനി. എൻ്റെ ഭാര്യയുടെ പേര് ആനിന്ന. അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, മരിച്ചുപോയി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ ഒറ്റയ്ക്കാ. അപ്പോൾ ഭർത്താവ് ദുബായിലാ. അപ്പോൾ ചുരുക്കം പറഞ്ഞ ആനിക്കിന്ന് വീട്ടിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? പോണോ? മനസ്സിലായില്ല. ആനി വേണമെങ്കിൽ ഇന്ന് അല്ല, ഇവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. ഒരു മിനിറ്റ്, അമ്മയ്ക്കൊരു ടോണിക്ക് വാങ്ങിക്കാം. ഹലോ, എന്താടാ പറ. അളിയാ, ആ നിന്റെ ഫ്ലാറ്റിൽ ആരെങ്കിലും ഉണ്ടോ? എന്താടാ, ആരെങ്കിലും പൊക്കിയോ? ചുമ്മാ അതിരടാ. താക്കോൽ എവിടെ വെച്ചിരിക്കുന്നേ? ആ ഞാൻ ആ റഷീദിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. കാമസൂത്ര ഉണ്ടോ? സർ, കാമസൂത്ര ഇല്ല, മോഡ്സേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ. സാർ, ഒരു ഡെഡ് ബോഡിയാ. നാളെ കഴിയും രണ്ടു മൂന്ന് ദിവസം പഴക്കോട്ടെന്ന് പറയും.
സ്റ്റാൻഡ് വഴിയല്ലേ? ഒന്ന് നിർത്തുക കേട്ടോ. കിട്ടിയില്ലേ ചവിട്ട്? ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് പോയാ ഇങ്ങനെ ഇരിക്കും. എൻ്റെ പൊന്നു മോളെ, ഇതിലും വലുതായിട്ട് ഈ ലോകത്തൊരു പുല്ലുമില്ല. അച്ഛനുള്ളതുകൊണ്ട് കിടന്ന് മറിയാ. ആണോ? പപ്പുസേ, എടാ പപ്പു. അതെ, എന്റെ കൊച്ചിനെ പപ്പൂന്നും കിപ്പൂന്നൊന്നും വിളിക്കണ്ട, അമ്മൂന്ന് വിളിച്ചാ മതി. ആൺകുച്ചങ്ങൾക്ക് ആരെങ്കിലും അമ്മൂന്ന് പേരിട്ട് കൂടി പൊട്ടി. അതെ, അതിനാരാ പറഞ്ഞ ആൺകുട്ടിയാണെന്ന്? മോൻ തന്നെ. നീ അവനെ പപ്പൂന്നങ്ങ് വിളിച്ചാ മതി. ആദ്യം അവളായാലും അവനായാലും ഒന്ന് പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് പേരിടാം. ഇനി ഞാൻ ഇവിടെ ചോറ് പായസം. കുറച്ചു നേരം കൂടി ഇരിക്കടേ. ആദ്യം മുമ്പ് പോയി കുളിച്ചിട്ട് വാ, ചെല്ല. ഒരു 10 മിനിറ്റ് കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പോയാൽ മതി. എന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയായി, എന്തേ ഇന്നെൻ നിനവുകളെല്ലാം നീയായി, പുഴതൻ നെറുകയിൽ കുഞ്ഞോളം വിരൽ തഴുകിപ്പാടി മിഴികൾ നിറയുവതെന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയായി. നിന്നെ കാണും കണ്ണിനുള്ളിൽ മിന്നും മിന്നാമിന്നികൾ പൊഴിയുമീറൻ മേഘം പുഴയിലെഴുതും കാവ്യം നീൾ കിളികൾ പാടുന്നുവോ ദൂരെ നിൻ കണ്ണിലൊരു കുളിരുമ്മ നൽകാൻ വന്നു ഞാനരികെ. മനസ്സേ ഇനിയും മധുരം പകർന്നു തരൂ, എന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയായി. വാൽക്കണ്ണാടി നോക്കും രാവിൽ തീരം തേടി വന്നു വെണ്ണിലാവേ നീയൻ നെഞ്ചിലൂറും സ്നേഹം നീ തിരികൾ നേരുന്നൊരീ നദി നീ നിറമാർന്ന നിഴലൊളിപ്പോലെൻ ഹൃദയം കണ്ടു ഞാൻ നിന്നിൽ അഴകേ. ഇനിയും നിറമേഴും നീ തരുമോ, എന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയായി, പുഴതൻ നെറുകയിൽ കുഞ്ഞോളം വിരൽ തഴുകിപ്പാടി മിഴികൾ നിറയുവതെന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയായി.
ജോണി വെള്ളം എടുത്തോണ്ട് പോയി. സേതു ജോണി ടി വി ഉണ്ട്. ടി വി. കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. രാവിലെ മുതൽ ഇങ്ങനെ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോണി ഉണ്ട്. സേതു ഈ ചരട് കെട്ടിക്കും. 2 ദിവസം പുറത്തേക്ക് എങ്ങും വിടണ്ട. ജോണി ശരിക്കും എന്താ സേതു പറ്റിയത്? ജോണി ജോണി വന്നു. ടി വി എവിടെ പോവാ? എന്റെ വീട്ടുകാരുടെ കാശ് മാത്രം മതിയല്ലോ നിങ്ങൾക്ക്. ഒന്നും ഓർമ്മ കാണില്ല. അയ്യോ, സിന്റയുടെ നിശ്ചയല്ലേ? ഞാൻ വന്നടി. വേണ്ട, നിങ്ങള് ഈ വീട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ചക്കയൊക്കെ ആരെങ്കിലും കൊണ്ടൊന്ന് വെട്ടിയിറക്ക്. പിന്നെ ഒരു 3000 രൂപ അങ്ങ് തന്നെ. സേതു വരുന്നു. ഡേ, ഞാനില്ലെന്ന് കരുതി ഒരുത്തനെ വീട്ടിൽ പിടിച്ച് കയറ്റരുത്. കുടിയൊക്കെ അങ്ങ് പുറത്തു മതി, കേട്ടല്ലോ? വാ, സർവ്വസമയം കുടിയും ഒരു ജോണിയും. എന്തെങ്കിലും കട്ടിക്ക് കഴിക്കാനോട് എടുത്തോ. ജോണി മോനെ ജോണി, ജോണി മോനെ കൂടി മോനെ. സേതു, നീ ആ ശിവനോട് കാണിക്കുന്നത് ഒട്ടും ശരിയാകുന്നില്ല. എടാ, ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ സ്നേഹിതനല്ലോടാ. അതെ, സൗഹൃദം വേറെ, സാമ്പത്തികം വേറെ. അവൻ പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല. അത് ചോദിച്ചായിരുന്നു നിങ്ങള്? മുതലിനേക്കാൾ കൂടുതൽ പലിശ തന്നില്ലോടാ. ഇനിയെങ്കിലും ഒന്ന് വിട്ടുകൂടെ? ഓ, ഇങ്ങനെ പിടിച്ചു പറിക്കാൻ തുടങ്ങിയ ഇപ്പൊ അവന് നല്ല കാശാ. അവന് നാടകങ്ങളി മാത്രമല്ല, അവനിപ്പോ സീരിയലിലും അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അവനോട് പറഞ്ഞേ, 5-ാം തീയതിക്കുള്ളിൽ അവൻ എന്റെ പൈസ തന്നില്ലെങ്കിൽ അവന്റെ വീട്ടിൽ കയറി ഞാൻ താമസിക്കും. ഇനി എന്തെങ്കിലും വേണോ? ഒരെണ്ണം കൂടെ. ലേറ്റസ്റ്റ് മോഡലാണ്. നല്ലത് നോക്കാൻ ഓർത്തിട്ടെ. ആഹാ, സാറേ ഒരു മിനിറ്റ്. സേതുണ്ണ, ഇവിടെ നിനക്ക് സ്ഥിരജോലിയാണോടാ? പലിശ അടക്കം അടുത്ത മാസം ഒരുമിച്ച് തരാം. ഓ, എത്ര രൂപ? 40,000. അപ്പൊ അറിയാം. ഇത് കൊള്ളാവൂടെ? കുഴപ്പമില്ല അണ്ണാ. ഇത് വേണ്ട, ഇത് കൊള്ളാം, പക്ഷെ വലിയ സൈസാ. വേണ്ട. ഇതേ ഇവന്റെ ശമ്പളത്തിൽ നിന്ന് അങ്ങ് പിടിച്ചോ. നിനക്ക് എത്രയുടെ ഒരു ശമ്പളം? 6 രൂപ. ബെസ്റ്റ്, അത് കൂടുതലല്ലേ? വിട്ടുപോയി. ഇത് പിടിച്ചോ. നീ വരണ്ട. രായൻ എന്ത് ചെയ്യും? അണ്ണൻ ഇവിടെ ഇല്ല. ആഹാ, അപ്പൊ പലിശ അണ്ണൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു.
എന്ത്ര കുട്ട ഇഡ്ഡലിയ ഇനി കഴിച്ചു കേട്ടാ. ഇനി അവൻ വന്ന് കണ്ടോളാൻ പറ. സേതോണ്ണ, കുഞ്ഞിന് നല്ല സുഖമില്ല. ആശുപത്രി കൊണ്ടുപോകാൻ പോലും കയ്യിൽ കാശില്ല. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും. ഇപ്പോഴത്തെ പനി വെച്ചോണ്ടിരിക്കരുത്. പോ. ഒരു പനി വന്ന കഴിഞ്ഞു. ഇവ എന്താ ഊര് കരുത്. யாரு யாரு நீ என்ன என்ன 5 பைசா திருடினா தப்பா? பெரிய தப்பு இல்லைங்க. 5 கோடி தடவை 5 பைசா திருடினா தப்பு மாதிரி தாக்க தெரியுது. 5 கோடி பேரு 5 கோடி தடவை 5 பைசாவை திருடினா பெரிய தப்புங்க. அதான் இங்க நடந்துட்டு இருக்கு. താനാരാ? ജോണി. ജോണിയോ? ഏത് ജോണി? എന്തു പറ്റിയില്ലയാ ഇന്ന്? ഏത് ജോണിന്നൊക്കെ? ജോണിയോ? എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ കുടിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഒരുമാതിരി പോക്കരത്തരം പറയരുത്. ജോണിയായിട്ട് ഉടക്കിയാ? ഏയ് ഒന്നുമില്ല. സേതു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ജോണിയാണ്. നിങ്ങളെ കാണാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. രാമേട്ടാ, ഒന്നിങ്ങി വന്നേ. രാമേട്ടൻ എന്തിനാ വിളിക്കുന്നത്? വാ. ഓ, പെട്ടെന്ന്. അതെ, എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ജോണിയെ കാണാം. അയ്യോ, അതെങ്ങനെ? ജോണിയെ തനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റൂ? ഇത് മാത്രമൊരു പുതുമ. ഓ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. എൻ്റെ ആശാനെ ഒന്ന് വിശ്വസിക്കേ. നിങ്ങൾക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. ജോണി എന്ന് പറഞ്ഞൊരാളില്ല. എനിക്ക് മനസ്സമാധാനമായിട്ട് കുടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു കഥയാ ജോണി. അത് സേതുവിൻ്റെ കാര്യം. പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് എന്നെ എന്നും ഓർക്കുന്ന ഒരാൾ സേതുവാണ്. എൻ്റെ ഭാര്യയും മക്കളുമെല്ലാം എന്നെ എന്നേ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നൊരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നത്. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റരുത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്ത് പറ്റി സേതു? ഒന്നുമില്ല.
നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഏയ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്? എനിക്ക് കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കണം. ഒരു 10 മിനിറ്റ്. എന്ത് ചൂടല്ലേ? ഒരു മഴ പെയ്തിട്ടൊക്കെ എത്ര കാലായി. പണ്ടൊക്കെ ഈ സമയത്ത് എന്തു മഴയാ. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള മരമെല്ലാം വെട്ടി മണ്ണും ഇടിച്ച് ഫ്ലാറ്റുകൾ പണിയുമ്പോൾ ആലോചിക്കണം. ചേട്ടോ, എന്തെങ്കിലും ഒന്ന് പറയേ. ഒരു മനുഷ്യനുമായി ഇങ്ങനെ സംസാരിച്ചിട്ട് എത്ര വർഷമായെന്നറിയാം. എന്തെങ്കിലും സംസാരിക്കേ. ശരിക്കും മരിച്ചതാണോ? എങ്ങനെയാ മരിച്ചത്? കിണറ്റി വീണതാ. ആരും കൊന്നൊന്നുമല്ല, കാല് തന്നെ വീണതാ. അത് പോട്ട്. ഇനി ഞാൻ എന്നും ഇങ്ങനെ അങ്ങ് തൻ്റെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക. ഏയ്, ചുമ്മാ പറഞ്ഞാടോ. എനിക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ? വെള്ളം കുടിക്കുമോ? അത് കൊള്ളാലോ. എടോ, കള്ളു കുടിക്കാമെങ്കിൽ പിന്നെ വെള്ളം കുടിച്ചുകൂടെ? പെട്ടെന്ന് വേണം. എടാ, നീ എവിടാ? എന്തുകൂടെ? അതെ, നീ പോയേ അകത്തെ TV ഒന്ന് ഓഫ് ചെയ്യോ? ഓ, TV ഓഫ് ചെയ്യാനാണോ ഈ രാത്രി ഞാൻ വിളിച്ചു വരുത്തിയത്? ഒന്ന് ഓഫ് ചെയ്യടേ പ്ലീസ്. പുതിയ TV ഒക്കെ മേടിച്ചില്ലേ?
അത് കാണിക്കാൻ വെറുതെ. അകത്താരെങ്കിലും ഉണ്ടോ? എന്ത്? എടാ അവിടെ ടി വി ആരെങ്കിലും കണ്ടോണ്ടിരിപ്പുണ്ടോ? നീ വല്ല കഞ്ചാവ് ഓടിച്ചോടെ? നീ ഇന്ന് എൻ്റെ അവിടെ കിടക്കുവോ? പോടെ. ഇവനെന്നാ സേതു, വെള്ളം കിട്ടിയില്ല. ഒരു ചക്ക വീണാലും മതി. എന്നാലും ചക്ക എങ്ങനെ വീണ്? ചക്ക പഴുത്ത് വീണതായിരിക്കും. ആ TV തിരിച്ചെടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവൻ ഈ പറയുന്നത് തന്നെയാണല്ലോ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നത്. ജോണി ഉണ്ട്. വെള്ളം ഇതിനെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിപ്പിക്കാൻ പറ്റുമോ? ജോണി വന്നു. സേതു കണ്ടു. സേതു വെള്ളം കുടിച്ചു. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റൂ? എനിക്കങ്ങ് സന്തോഷമായി. ഇതിപ്പോ അല്പം കടന്നുപോയി. അവൻ അങ്ങനെ തന്നെ വേണം. അവനെന്റെ വീട്ടിൽ കയറി താമസിക്കുമെന്ന് 5-ാം തീയതി മുതൽ പാന്നി. എന്റെ ദൈവമേ, ഇനി എന്നും അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കണ്ട. അവൻ ഇനി നിന്നെ കണ്ട ആകെ കുളമാവും. എല്ലാവരും കൂടെ നാടകം കളിച്ച് കൊടുത്തന്റെ ജീവിതം ചങ്ങലക്കിടാൻ പോവുക. എന്റെ പൊന്നാണോ നിങ്ങൾ അങ്ങനെ പറയല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞിട്ടാണേ. ശിവള, ഞാൻ എങ്ങോട്ട് പോകും? ഇപ്പൊ നാട്ടിൽ എന്നെ കണ്ട അപ്പൊ പോലീസ് നോക്കും. നിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലടാ, നീ ഒന്നും പേടിക്കണ്ട. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. സേതു പറയുന്നു ജോണി ഉണ്ടെന്നാ. ജോണിയെ സേതുവിന് മാത്രമേ കാണാൻ പറ്റൂ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല.
തന്നെ പോണോ? 3-4 ദിവസം കൂടെ ലീവ് എടുത്താൽ മതി. നമുക്ക് ഈ ജോലി വേണ്ട. അല്ലെങ്കിൽ തന്നെ പാലക്കാട് മാത്രമല്ലല്ലോ ബേക്കറി ഉള്ളത്. ഞാൻ എവിടെയും പോകുന്നില്ല, നിന്റെ കൂടെ തന്നെ കാണും. പോരെ? അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അച്ഛൻ ബസ്സിൽ വിടുന്നില്ല. കിച്ചന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ വാവ വന്ന എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറുമായിരിക്കുമോ? എനിക്കിവിടെ ഒറ്റയ്ക്ക് വയ്യ. കിച്ചണനും നമ്മുടെ വാവയും ഞാനും എൻ്റെ അച്ഛനും അമ്മയും. എന്തോ എന്താ എൻ്റെ അച്ഛനെ ചീത്ത പറയാത്തെ? ഇവൻ വന്നാ പിന്നെ എല്ലാരും മറക്കും. നിന്റെ അമ്മയ്ക്കും അച്ഛനും ഇവനെ ജീവനായിരിക്കും. പിന്നെ പിന്നെ നമ്മളെ ഒന്നും ആരും ഓർക്കാതാവും. ഓർക്കാതാവും. യോമനെ, എടാ എഞ്ചിൻ പണിയുണ്ട്. നിങ്ങളൊന്ന് ഓടിച്ചു നടക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും. എഞ്ചിൻ നമുക്ക് കാശിനും പണിയാം. നിനക്കിത് എന്നെ കൊണ്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് കണ്ട എന്താ 369 മമ്മൂക്കാന്റെ നമ്പറാ, വണ്ടി നമ്പർ. ഈ നമ്പറിന് കൊടുക്കണം കാശ്, മനസ്സിലായോ? എന്നാ പിന്നെ അയാളടുത്ത് പറഞ്ഞുണ്ടാക്ക്. എന്തുവാടേ? നീയപ്പോന്ന് രാവിലെ എത്തി. എടാ രാവിലെ എത്തിന്നു. എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അത് കുഴപ്പമില്ല. അയ്യോ, ഇപ്പൊ ഒരു അച്ഛന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അമ്മുവിന്റെ ഡേറ്റ് എന്നാ? അടുത്ത ആഴ്ചയാ. നിന്റെ മാമി ആ കിളവിടെ മോന്ത കാണാൻ വയ്യത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തത്. അവളെന്ത് പറയണ? ഇപ്പൊ നല്ല രസാ, വയറൊക്കെ വെച്ച്. ചെറുക്കൻ പുലിയാ. ചെറുക്കനാ? എന്റെ മോനാണ് പൊട്ട. ഓ ഇടുവന്നേ. ഇതേണ്ട വണ്ടി എങ്ങനെയുണ്ട്? ഇത് എവിടെ ഒപ്പിച്ചു? ചേച്ചി വാങ്ങി തന്നതാ തന്നെ. ഇങ്ങോട്ട് വാ. ഇത് കണ്ട നമ്പർ കണ്ട 369. എന്തുവാ? മമ്മൂക്കാന്റെ വണ്ടി നമ്പറാ. വാ കേറ്. അത് കൊള്ളാം. എന്തോ പരിപാടി? എന്ത് വേണം പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൂടെ ഉണ്ടാവണം നീ. അവന്മാരെ വിളിച്ചു വരുത്തി കള്ള് വാങ്ങിച്ചു കൊടുത്ത് വെറുതെ അലമ്പാടാ.
എന്താടാ? അണ്ണാ, നമ്മുടെ രാമേട്ടൻ്റെ മോള് ചിന്നൂര്, അവള് കൊട്ടറം പാലത്തുനിന്ന് ചാടിയിരുന്നു. തീർന്നു. 2 ദിവസമായിട്ട് അവളെ കാണാണ്ടായിരുന്നില്ല. നമുക്കൊന്ന് പോവാം. വേണ്ടടാ, പോണ്ട. എനിക്കിതൊന്നും കാണാൻ വയ്യ. എനിക്ക് പേടിയാ. ആ ചെറ്റയുടെ പേര് മാത്യു എന്നാ. നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഹലോ ഹലോ, അലിയ, ഈ നോക്കിയക്ക് കുത്താൻ പറ്റിയ വലിയ പിന്നുള്ള ചാർജർ ഉണ്ടോ അവിടെ? ഇല്ല സാർ. എവിടെ കുത്താനാ? നിന്റെ അലോഷിയേ, നിനക്ക് ആളെ മനസ്സിലായോ? ഇതാണ് SLR അലോഷി. ഈ നഗരത്തിലെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു SLR ഫോട്ടോഗ്രാഫർ. പരിചയപ്പെടേണ്ട വ്യക്തിയാ. എന്തൊരു പുച്ഛമാടായത്. ഞാൻ സാറിന്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോന്നും ഗംഭീരം. അലോഷി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരണം. താൻ പൊളിക്കും. താൻ ഈ പഴഞ്ചൻ SLR ക്യാമറയൊക്കെ വിറ്റ് ഒരു ഡിജിറ്റൽ ക്യാമറ വാങ്ങാൻ നോക്ക്. ഡിജിറ്റലോ? ഡിജിറ്റൽ എടാ, ഏത് പീറയ്ക്കും പറ്റും ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പ് പണിയാൻ. ഞാൻ എടുക്കുന്നൊരു പടേ നിനക്ക് ഫിലിമിലെടുക്കാൻ പറ്റുമോ? കൈവരയ്ക്കും. ഇതാ ഇങ്ങനെ. ചുമ്മാതല്ല നീ കല്യാണത്തിന് പടം പിടിച്ച് നടക്കുന്നത്. അവൻ്റെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. മതിയായല്ല. ചേട്ടാ, 5 പൊറോട്ടയും ചാറും. കഞ്ചാവ പിന്നെ എന്തോ ഗുളിക അടിച്ചു കയറ്റും. അതിന്റെ പിടുത്ത ഗുളികയോ? ഏതോ ഒരു ഗുളിക. ഒരെണ്ണ അടിച്ച 2 ദിവസം കഴിഞ്ഞേ കണ്ണു തുറക്കും. വട്ടൻ. ചുമ്മാ തള്ളല്ലേ. ഞാനെന്തിനാ ചുമ്മാ പറയുന്നേ? ഹലോ. കൊണ്ട് കൊടുക്കാം. ആരാ? ഹലോ. ഫ്ലാഷ് നന്നാക്കിയിരുന്നോ? നന്നാക്കില്ല സാർ. എന്താ അവിടെ? സാർ, ഒരു ഡെഡ് ബോഡിയാ. തോമസേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ? എടുത്തോ. എടുത്തോ, ക്യാമറ എടുക്ക്. വേഗം എടുക്കടോ.
യക്ഷിയാ. യക്ഷി ദൈവമാണല്ലെന്ന് നിങ്ങൾ അറിഞ്ഞോളും. You thought about the world before. Forget it. Now you're in this one. രാജ്യത്തെ നടുക്കിയ ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് അതിവേഗ കോടതി. കണ്ടെത്തിയ 4 പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന് കോടതി പരാമർശിച്ചു. വിധിയിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് ജ്യോതിയുടെ മാതാപിതാക്കൾ. കൊട്ടറപ്പാലത്തിനു താഴെ നിന്നും 2 ദിവസം പഴക്കമുള്ള യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. ആത്മഹത്യയെന്ന് പോലീസിന്റെ ആദ്യ നിഗമനം. പ്രേതങ്ങളുടെ പടം എക്സ്പോസ് ആകത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഹേയ്, എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡെഡ് ബോഡിയുടെ സ്റ്റില്ലെടുത്തതോ? ആ കുട്ടിയുടെ മുഖം പ്രേതമാണോ? ഓ പിന്നെ പ്രേതം, കോപ്പ. അപ്പൊ കറണ്ട് പോയപ്പോ ഞാൻ കണ്ടത് അത് വെറും തോന്നലാണ്. അപ്പോ ഡബിൾ ഇമേജ് പ്രേതമുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്. മോർച്ചറി
ചേട്ടാ ചേട്ടാ ഇതിന്റെ വൈൻഡിങ് റിംഗ് കംപ്ലൈന്റാ, അതുകൊണ്ടാണ് ഇതിന് ഡബിൾ ഇമേജ് വരുന്നത്. ഈ ക്യാമറ നന്നാക്കാൻ പറ്റുന്ന ആരും ഇവിടെ ഇല്ല. അതിനേക്കാൾ പുതിയൊരെണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. ഈ കട്ട നോക്കാനും മണലരിക്കാനും കടലിൽ പോകാനോ ഒന്നും എനിക്ക് വയ്യ. നീ കട്ടയോ മണലോ ഒന്നും ചുമക്കണ്ട. നിന്റെ ചേട്ടൻ്റെ കൂടെ എറണാകുളത്ത് പോക്കൂടെ? സോഡ കമ്പനിയിൽ. സോഡ കമ്പനി പോട്ട് ആ കൊടക്കമ്പടിയും ഭാര്യയുടെയും മോത കണ്ടാ മതി. എടാ, എന്തേലും ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്. ചെറിയൊരു കയ്പുണ്ടല്ലേ? മേരി, മേരി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ ഇരിക്കേ. മേരി, അത്യാവശ്യമായിട്ട് കോൺവെന്റ് ഹോസ്റ്റൽ വരെ ഒന്ന് വരണം. Please come. Good Spirit, 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 please come. വന്നോടി. ഗുഡ് സ്പിരിറ്റ്. പേരെന്താന്ന് ചോദിക്കേ? പേരെന്താ? മീര. എങ്ങനെയാ മരിച്ചത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മീര ചേച്ചി, ആ ഗിരീഷ് ഫ്രോഡല്ലേ?
ഇത് ചുമ്മാ ഭ്രാന്ത്. നീ വെറുതെ കൈകൊണ്ട് അനക്കിക്കൊണ്ടിരിക്കല്ലേ, അല്ലാതെ പിന്നെ പ്രേതം വന്ന ഗ്ലാസ് ഇങ്ങനെ അനക്കി എനിക്ക് ഉത്തരം പറയല്ലേ. ഇപ്പൊ അങ്ങനെയായോ? എന്നാ ഇവിടെ വിടരുത് മീര ചേച്ചി. ഇവിടെ നമ്മൾ എങ്ങനെയൊന്ന് വിശ്വസിപ്പിക്കുക? ദൈവമേ, രാത്രി 12 മണിക്ക് പള്ളി സെമിത്തേരി നിനക്ക് പോകാവുന്നു. ആ പോവാം. പോയാ ഹലോ ഹലോ ഗിരീഷ്, നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കരുതെന്ന്. സ്റ്റുപ്പിഡ്. ഡേ ഒന്ന് എണീറ്റേ. എന്താടി? ഞാൻ പോവാ. എങ്ങോട്ട്? സെമിത്തേരിയിലേക്ക്. ഡി, നീ വെറുതെ ഭ്രാന്ത് കാണിക്കല്ലേ. ആൻ, എണീക്ക്. ആൻ, മോള് പേടിക്കണ്ട, ഇതൊക്കെ വെറും തോന്നലുകളാ.
ഗുഡ് മോർണിംഗ്. റൂമിലോട്ടൊന്ന് വാ. ആ ഫ്രെഡി, എന്തായി? എടോ, ഇത് തമാശയല്ല. കുട്ടിയുടെ അവസ്ഥ വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്യും. ഫ്രെഡി, പണം അടയ്ക്കാതെ ഒരു കാര്യവും നടക്കുകയില്ല. ഹലോ, ഞാൻ ഫ്രെഡിയാ. ഈ ആക്സിഡന്റ് കേസ് ആലീസ് നിമിമോള് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. 306 പേഷ്യൻ്റ് സീരിയസ് ആണ്. ഞാൻ നാളെ ലീവ് ആയിരിക്കും. ഡോക്ടർ ആ, മുതലാളി ഇവിടെ തന്നെ ഉണ്ടല്ലേ? അയ്യോ, ഇരിക്ക്. പിന്നെ ഫ്രെഡിച്ചായോ, എന്തൊക്കെയാണ് ജീവിതത്തിൽ? എല്ലാ കാര്യങ്ങളും എന്ത് ചിട്ടയായിട്ട് നോക്കി നടത്തിയിരുന്ന ആളാണ്. ഒരു മരുമോൻ വന്ന് കയറി മൊത്തം കുഴപ്പമില്ല. അവന്റെ വാക്കുകേട്ട് ഞങ്ങളെ കടിച്ചിറക്കി വിട്ടേലും ഇപ്പോഴത്തെ ഇരിപ്പ് എനിക്കിഷ്ടായി. പിന്നെ അകത്ത് ചത്ത് കിടക്കുന്നവള് കുറെ ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. പിന്നെ ആ പൊടിക്കൊച്ച്. ഇത് 25,000 രൂപയുണ്ട്. കുറച്ചുകൂടെയൊക്കെ തരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിലില്ല. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. താനൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. രൂപയ്ക്ക് ഞാൻ എന്ത് പറയാനാ ഫ്രെഡി? നിങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ? ഇല്ല. താനൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ മകളുടെ ഡെഡ് ബോഡി ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലേക്ക് തന്നേക്ക്. പുറത്താരും അറിയണ്ട. വേറൊരു രക്ഷയില്ല. ആ കൊച്ചിനു വേണ്ടിയല്ലേ? അവരുടെ തന്നെ മകളല്ലേ? മെഡിക്കൽ കോളേജിലെ പിള്ളേർ പഠിക്കട്ടെ. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ ബോഡി അടക്കം ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൊച്ചിന് എന്താ ഗുണം? ആ കുട്ടിയുടെ കാര്യം കഷ്ടം. സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
നിങ്ങളുടെ സമയത്ത് ഓപ്പറേഷൻ നടത്തിയുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഇതെന്തായിരുന്നു, കളിക്കാണോ? ഇതെങ്ങനുണ്ട്? ഇതെല്ലാം കണ്ട് എൻ്റെ മോൻ ഞെട്ടണം. അവൻ വലുതാകുമ്പോ നിന്നെ പൊന്നുപോലെ നോക്കും. വട്ടായോ? ആ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വട്ട. ഇനിയുള്ള ഓരോ നിമിഷവും എൻ്റെ മോന് വേണ്ടിയുള്ള കാത്തിരിപ്പ. ആ, മാമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പാവ എവിടെ എത്തിയാവോ? നീ ടെൻഷൻ അടിക്കണ്ട, മാമി വന്നോളൂ. നാളെ ഇനി പോണ്ട. 2 ദിവസം കഴിഞ്ഞ് എന്തായാലും ആശുപത്രി പോണ്ടല്ലേ. തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. എത്തി കാലൻ.
എന്റെ പൊന്നു മോനെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ. നിന്റെ കൈ കൊണ്ട് അയാളെ ചത്ത എനിക്ക് ആരും ഇല്ലാതാകും. നിന്റെ അളിയൻ നന്നാവുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. നന്നാവും. കുഴിയിലോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നീ പാലക്കാട്ടേക്ക് പോരൂ, ബോർമയിൽ നിന്ന് പണി പഠിക്കുക. ഹംസക്ക നിന്നെ വിളിക്കും, അപ്പൊ കൂടെ കൂടിയാ മതി. ഞാൻ പോട്ടെ. രാവിലെ എപ്പോഴാ ട്രെയിൻ? 8:50. ഞാൻ കൊണ്ടുവിടാം. പോട്ടടാ. കാണാം. ഹലോ, എന്ത്?
ഇന്നലെ മുഴുവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഒന്ന് വിളിക്ക്. കുഞ്ഞിന് വട്ടായെന്നാ തോന്നുന്നേ. മിനിഞ്ഞാന്ന് മരിച്ച കൃഷ്ണൻ ഇന്നലെ മുഴുവൻ ഈ കൊച്ചിത് എന്തൊക്കെ പറയുന്നേ? അതാ ഞാൻ പറഞ്ഞത് വട്ടായെന്ന്. അതെ. നീ പോന്ന് രാവിലെ എത്തിയിരുന്നു. എന്തോ പരിപാടി? എന്ത് വേണം പ്ലാൻ ചെയ്യാം? ഇക്ക, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ലോറി മറിഞ്ഞ് മരിച്ചതാ മോനെ. ഞാൻ രാത്രി മറിഞ്ഞ ലോറിയാ. ഇന്നലെ രാവിലെ ആരോ കണ്ടത്. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിനടിയിൽ കിടന്നു. ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കേ.